നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് പനി പിടിച്ച് ക്ഷീണിച്ചിരിക്കുന്ന അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പൊരുത്തക്കേട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് ഒത്തുതീർപ്പാക്കണം, എനിക്ക് റാഹത്തായിട്ട് പരലോകത്തേക്ക് പോകാൻ വേണ്ടിയാണ്. ആരാണ് പറയുന്നത്? റഹ്മത്തുൽ ആലമീനാണ്, ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹമാണ്. ഒരു കുഞ്ഞുറുമ്പിനെ പോലും വേദനിപ്പിച്ചിട്ടില്ലാത്ത ഹബീബ്. അറിയുന്ന കാര്യം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ താങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക്? ആറ്റപ്പൂ എന്ന പൂമുത്തിന്റെ ദേഹത്തിലേക്ക് ഒരു കല്ലെടുത്തെറിയുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സഹിക്കാൻ പറ്റുമോ നമുക്ക്? അത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ നെഞ്ചിലൊരു നോവ് വരുന്നില്ലേ? അപ്പോഴെങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അവിടത്തെ എങ്ങനെയാണ് സഹാബത്ത് കണ്ടിരുന്നത്? ആ പ്രിയപ്പെട്ട സഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉക്കാശ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അവിടുന്ന് എന്നെ കുത്തുമ്പോൾ കുപ്പായം ധരിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എന്റെ ശരീരത്തിൽ കുപ്പായമില്ലായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ തിരിച്ചു ചെയ്യണമെങ്കിൽ അങ്ങയുടെ ശരീരത്തിന്റെ കുപ്പായവും മാറ്റണം. സ്വഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കുപ്പായം അഴിച്ചു. പനി പിടിച്ച് സഹാബത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്ത് ഹബീബിന്റെ ശരീരം കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ശരീരത്തിന്റെ കമീസ് മാറ്റിയിട്ട് അതേ വടിയും കൊണ്ട് ഉക്കാശ റളിയല്ലാഹുവിന്റെ വയറ്റത്ത് അടിക്കാൻ വേണ്ടി വരുമ്പോ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അതേ പുഞ്ചിരി ഇങ്ങനെ മുഖത്ത് വിടർത്തിയിട്ട് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉക്കാശയ്ക്ക് സ്വാഗതം ചെയ്യാൻ. സഹാബികൾ കണ്ണ് നിറഞ്ഞവർ, തലകുനിച്ചവർ, തളർന്നു വീണവർ, ബോധം നഷ്ടപ്പെട്ടവർ എത്രയാണ് ആശിക്യങ്ങൾ. അതിനിടയിൽ ഉക്കാശ റളിയല്ലാഹു തആല പുന്നാര ഹബീബിന്റെ മുമ്പിലെത്തിയപ്പോൾ സഹാബത്ത് ആകെ ഒന്നടങ്കം യാ അല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ ആ വടി ദൂരേക്ക് എറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാരി പുണർന്ന ഒരു ചരിത്രം പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബേ, എനിക്ക് അങ്ങയുടെ വഫാത്തിന് മുമ്പ് ഇങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടൂല ഹബീബേ. അങ്ങയുടെ പൂമേനി ഒന്ന് വാരിപ്പുണരാൻ, അതിലൊന്ന് തൊടാൻ എന്റെ കൈകൾക്ക്, ഈ പാവപ്പെട്ട ഉക്കാശത്തിന്റെ കൈകൾക്ക് കഴിയാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. പ്രാണനെക്കാളും പ്രേമമായി നെഞ്ചിൽ പാൽക്കടൽ നീന്തിയ സ്വാഹിബോരേ, പോരിശത്താജെ പുണരുവാനുള്ളിൽ പൂത്തമോഹത്താൽ പിടഞ്ഞവരേ, നഫ്സി ഫിദാക്കയാ ചൊല്ലി ഉക്കാശത്തെ, റൂഹി ഫിദാക്കയാ ഓതിയവരാശിത്തേ, പ്രാണനെക്കാളും പ്രേമമായി നെഞ്ചിൽ പാൽക്കടൽ നീന്തിയ സ്വാഹിബോരേ, പോരിശത്താജിൽ പുണരുവാനുള്ളിൽ പൂത്തമോഹത്താൽ